അന്യനാണു സാധു ഞാൻ, ഇവിടെ പരദേശി ഞാൻ. അന്യനാണു സാധു ഞാൻ, ഇവിടെ പരദേശി ഞാൻ. വീടെനിക്കുണ്ടുയരത്തിൽ, ലോകം എനിക്കുള്ളതല്ല. വീടെനിക്കുണ്ടുയരത്തിൽ, ലോകം എനിക്കുള്ളതല്ല. എനിക്കായി ഒരു സമ്പത്ത് ഉയരെ സ്വർഗനാടതിൽ ഒരുക്കുന്നുണ്ടൊരുക്കുന്നുണ്ടേശുനാഥൻ. എനിക്കായി ഒരു സമ്പത്ത് ഉയരെ സ്വർഗനാടതിൽ ഒരുക്കുന്നുണ്ടൊരുക്കുന്നുണ്ടേശുനാഥൻ. ഹല്ലേലൂയ. സ്വർഗം എന്ന പദത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു പോരുകയായിരുന്നു. ഇതിൽ ഏറ്റവും മുന്നിലുള്ള വിഷയമെന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. അത് കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സാദൃശ്യമായി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സിംഹാസന ചുറ്റുമുള്ള ദൂത സമൂഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് മീഖായേൽ എന്ന ആർക്കേഞ്ചലിനെ കുറിച്ചാണ്. മീഖായേൽ എന്ന ദൂതനെ കുറിച്ച് 15 പ്രാവശ്യം ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ശക്തി ദുർഗമായി ഇസ്രായേലിന്റെ സൂക്ഷിപ്പുകാരനായിട്ടാണ് ഈ ദൂതനെ കാണുന്നത്. സർവ സൈന്യാധിപൻ എന്ന അർത്ഥത്തിൽ തന്നെ കുറിച്ച് പറയാം. സർവ സൈന്യാധിപൻ, അതിന്റെ കാര്യം അല്പം വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. അതുപോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് പല പ്രയോഗങ്ങളിൽ ഒന്ന് പ്രഭു. ദൈവം സ്വർഗീയ സാമ്രാജ്യത്തിൽ, സ്വർഗീയ സൈന്യ വിഭാഗത്തിൽ എല്ലാറ്റിൻ്റെയും ഒരു തലവനായി, ഗവർണർ ജനറലാക്കി വെച്ചിരിക്കുന്ന ഒരു അധികാരിയാണ് ഈ മീഖായേൽ. അതുകൊണ്ട് മീഖായേലിനെ പ്രഭു എന്ന് പറഞ്ഞിട്ടുണ്ട്, മഹാപ്രഭു എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രഭു എന്നും പറഞ്ഞിട്ടുണ്ട്. എവിടെ? ദാനിയേൽ പ്രവചനം 10, 11, 12 അധ്യായങ്ങളിൽ ഇവ വിവരിച്ചിട്ടുണ്ട്. 10ന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ. ശ്രദ്ധിക്കൂ, ദൈവ സൃഷ്ടികളിൽ ആദ്യ സൃഷ്ടികളിൽപ്പെട്ടവരാണ് ദൂതന്മാർ. ആ ദൂതന്മാരിൽ ശ്രേഷ്ഠന്മാരായ ഉന്നത അധികാരമുള്ള ദൈവം നിർത്തിയിരിക്കുന്ന ദൂതന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് പ്രഭുക്കന്മാർ. പ്രഭുക്കന്മാർ. ദാനിയേലിന്റെ അടുക്കൽ ദൂത സംഘങ്ങൾ വന്നപ്പോൾ അവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഒരു പദം പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ. അപ്പോൾ പ്രഭുക്കന്മാർ ഒന്നല്ല, പലരുണ്ട്. ഗബ്രിയേൽ പ്രഭുവാണോ? അതെ. മീഖായേലോ? അതെ. മറ്റുള്ള പ്രഭുക്കന്മാരുടെ പേര് പറയാമോ? പറയാൻ സാധ്യമല്ല. പറയാം. എങ്ങനെ പറയാം? ഹാനോക്കിന്റെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും പറയാം. യഹൂദന്മാരുടെ തൽമൂദിൽ നിന്ന് പറയാം. യഹൂദന്മാരുടെ പല പുസ്തകങ്ങളിലെ രേഖകളിൽ നിന്നും അവർ വിശ്വസിക്കുന്ന, അവർക്ക് ദൈവം വെളിപ്പെട്ടു എന്ന് പറയുന്ന ദൂത പ്രഭുക്കന്മാരെ കുറിച്ചുള്ള പേരുകളുണ്ട്. ഈ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പേരല്ലാതെ ഒരു പേരും നമുക്ക് പറഞ്ഞ് സമർത്ഥിക്കുവാൻ ഇവിടെ സാധ്യമല്ല. അപ്പോൾ പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അത് നമുക്ക് വെളിപ്പെടുവാൻ ഒരു സമയമുണ്ട്. ആ പ്രഭുക്കന്മാരോടൊപ്പം നാമും എത്തിച്ചേരുന്ന ഒരു സമയമുണ്ട്. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, കർത്താവ് യേശുക്രിസ്തു രാജാതി രാജാവ് ഈ ഭൂമിയിൽ വാഴ്ച നടത്തുന്ന ഒരു കാലം ഉണ്ടല്ലോ. അതിനെ 1000 ആണ്ട് വാഴ്ച, അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച, അതുമല്ലെങ്കിൽ മില്ലേനിയം കിങ്ഡം എന്ന് പറയുന്ന ഒരു കാലം, 1000 വർഷം നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ ഒരു ദൈവരാജ്യ ഭരണം ഭൂമിയിൽ നടപ്പിലാക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു,
അവന്റെ പ്രഭുക്കന്മാർ അവനോടുകൂടെ അധികാരം നടത്തും. ആരാണ് പ്രഭുക്കന്മാർ? സ്വർഗീയ ദൂതന്മാരായ പ്രഭുക്കന്മാരെ കുറിച്ചല്ല. മണ്ണിന്റെ പുത്രന്മാരായ ബലഹീനന്മാരായ നമ്മെ ബലവാന്മാരാക്കി, വിണ്ണിന്റെ പുത്രന്മാരാക്കി, സ്വർഗീയ പൗരന്മാരാക്കി, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആക്കി തീർത്ത് കഴിയുമ്പോൾ നാമം അധികാരമുള്ള പ്രഭുക്കന്മാരായി തീരുകയാണ്. മീഖായിലിനെ പോലെയും ഗബ്രിയേലിനെ പോലെയും മറ്റ് ദൂതശ്രേഷ്ഠന്മാരെ പ്രഭുക്കന്മാർ 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 എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ബൈബിളിൽ നമ്മെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ശ്രേഷ്ഠ അധികാരത്തോടുകൂടെ ഭൂരാജ്യങ്ങളെ ഭരിക്കുന്നവരായിരിക്കും. ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളുടെ അധികാരത്തിനു മേലും വാഴുന്ന ഭരണാധിപന്മാരായി പ്രഭുക്കന്മാരായിരിക്കും നമ്മൾ. അതാണ് പ്രഭു എന്ന വാക്കിന്റെ അർത്ഥമെന്ന് മറന്നു പോകരുത്. ഇന്ന് കേവലം ഏഴകളാണ്, പാപമാണ്, ബലഹീനരാണ്, മണ്ണാണ്, പൂഴിയാണ്, കീടയാണ് എന്നൊക്കെ പറയുന്ന പര്യായ പദങ്ങളുണ്ടല്ലോ. നാം നമ്മെ തന്നെ താഴ്ത്തി പറയുന്നത്. ഓക്കെ, അങ്ങനെ ആയിക്കൊള്ളട്ടെ, അത് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. പക്ഷേ നാളെ എന്ന് പറയുന്ന ദിനങ്ങളിൽ നമ്മൾ സ്വർഗീയന്മാരായി തീരുന്ന, ഭൂതലത്തിലെ 1000 ആണ്ട് വാഴ്ച കാലഘട്ടം മാത്രമല്ല, അത് കഴിയുമ്പോൾ പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോഴും പുതിയ യെരൂശലേമിൽ വാഴ്ച, നിത്യമായ വാഴ്ച ആരംഭിക്കുമ്പോഴും, നിത്യത എന്ന ഇറ്റേണൽ ലൈഫ്, ഇറ്റേണിറ്റിയിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ ദൂതശ്രേഷ്ഠരായി തീരുകയാണ്. സ്വർഗത്തിലെ അസൽ ദൂത പ്രഭുക്കന്മാരെക്കാളും ശ്രേഷ്ഠരായി തീരുകയാണ്. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്തിന്റെ ഫലമായി വീണ്ടെടുക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട നമ്മൾ ശ്രേഷ്ഠ അധികാരമുള്ള പ്രഭുക്കന്മാരായി തീരുകയാണ്. അതാണ് പ്രഭു എന്നുള്ള വാക്കിന്റെ അർത്ഥമെന്ന് ദൈവാത്മാവ് എനിക്ക് നൽകിയ പ്രകാശത്താൽ ഞാനിത് പറയട്ടെ. ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിലും ഞാൻ വായിച്ചിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. എന്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ പ്രകാശമാണ് ഈ പറയുന്ന വെളിപ്പാട്. ബൈബിൾ തെളിവ്, ബൈബിൾ വാക്യങ്ങൾ അതിനുണ്ട് താരം. ഓക്കെ, പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവനായ മീഖായേൽ. അടുത്തതായി താഴോട്ട് വായിക്കുമ്പോൾ 21-ാം വാക്യത്തിൽ, എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. എന്താണ് സത്യഗ്രന്ഥം? ന്യായപ്രമാണ പുസ്തകം, അല്ലെങ്കിൽ തോറ എന്ന് പറയുന്ന മോശയുടെ ന്യായപ്രമാണ പുസ്തകം, പെന്ററ്റൂക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. പെന്ററ്റൂക്ക് മാത്രമല്ല, യഹൂദന്മാർ ഉപയോഗിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന 66 പുസ്തകങ്ങളല്ല, മലാഖി വരെയുള്ളതായ പഴയ പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനവർ ഉപയോഗിക്കുന്നത് തോറ, നെബ്യൂം, കെതുബീം എന്ന 3 പദമാണ്. അതിന്റെ അർത്ഥം മോശയുടെ ന്യായപ്രമാണ പുസ്തകവും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളും എന്ന 3 ടൈറ്റിലാണ്. ഏക ബൈബിൾ എന്ന യഹൂദന്മാരുടെ ഗ്രന്ഥത്തിൽ 3 ടൈറ്റിലാണ്: തോറ, നെബ്യൂം, കെതുബീം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം, സങ്കീർത്തനം, പ്രവചന പുസ്തകം. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാവിയിലെ നിത്യവുമായി ബന്ധപ്പെട്ട ദൈവികമായ പദ്ധതികളുടെ നിർണയങ്ങൾ, കാലനിർണയങ്ങൾ ഈ ഭൂമിയിലെ ജ്ഞാനിയായാലും ഒരു പ്രവാചകനായാലും അത് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഗ്രഹിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിയമിച്ചാക്കിയ ദൂതപ്രഭുക്കന്മാരിൽ ഒരുവനായ ഗബ്രിയേലും മറ്റ് മീഖായേലും ഇറങ്ങി ദാനിയേലിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്. എന്താ പറയുന്നത്? 21-ാം വാക്യം, എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം അഥവാ ഗ്രഹിപ്പിക്കാം. അടുത്തതായി വായിക്കുന്നു, നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ. അപ്പോൾ മീഖായേൽ, ഗബ്രിയേൽ, മറ്റു ദൂത പ്രഭുക്കന്മാരെല്ലാവരും ഇവിടെയുണ്ട്. ദാനിയേൽ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയാമോ? നമ്മൾ തുടർമാനമായി പഠിച്ചു പോരുന്ന, അല്ലെങ്കിൽ പലരുടെയും പ്രസംഗത്തിൽ കൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ എസ്കറ്റോളജി, അന്ത്യകാല വിജ്ഞാനം, അന്ത്യകാല ശാസ്ത്രം എന്ന് പറയുന്ന അന്ത്യകാല സംഭവ പരമ്പരകളിൽ
ലോക സംഭവങ്ങളുടെ അവസാനം എന്ന് പറയുന്നത് ഇസ്രയേലിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇസ്രയേലിനെ ചുറ്റും കിടക്കുന്ന നാനാ ജാതികളാകുന്ന രാഷ്ട്രങ്ങൾ ഉപദ്രവിക്കുമ്പോൾ, അതിഭയങ്കരമായ നിലയിൽ അവരെ ഉപദ്രവിക്കുമ്പോൾ, ഏറ്റവും ക്രൂരമായ നിലയിൽ ഭയങ്കരമായ യുദ്ധങ്ങൾ നടക്കുമ്പോൾ, അവസാനമായി അവരുടെ സംരക്ഷകനായി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന അവരുടെ അധികാരിയാണ് മീഖായേൽ. 12-ാം വാക്യത്തിലാണ് വായിച്ചത്. ആ കാലത്ത്, ഏത് കാലത്ത്? അന്ത്യകാലം എന്ന് പറയുന്ന, ലോകാന്ത്യം എന്ന് പറയുന്ന, മഹാപീഡന കാലഘട്ടത്തിന്റെ ഒടുക്കം എന്ന് പറയുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ 3-ാം ലോക മഹായുദ്ധം, അതുമല്ലെങ്കിൽ അർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന ആ യുദ്ധത്തിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. പ്രഭു 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 എന്നുള്ള വാക്കുകൾ നമ്മൾ പലത് കേട്ടല്ലോ. ഇവിടെ ഇതാ പറഞ്ഞിരിക്കുന്നു, മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. അതിനോടുള്ള ബന്ധത്തിലാണ് ഒരു വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും ഇടയ്ക്ക് പറഞ്ഞതും. ഇസ്രയേലിന്റെ ഗവർണർ ജനറലാണ്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം. സ്വർഗീയ സൈന്യത്തിന്റെ ഗവർണർ ജനറലാണ്. അതാണ് മീഖായേൽ. അപ്പോൾ മീഖായേൽ അന്ത്യകാലത്ത് ഇസ്രയേലിന്റെ രക്ഷകനായി, സംരക്ഷകനായി രക്ഷിക്കും എന്നാണ് പ്രമാണം. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ സമീപ നാളുകളിൽ നമ്മുടെ വിശ്വാസം പോലെ, നമ്മുടെ പ്രതീക്ഷ പോലെ, നമ്മുടെ പ്രത്യാശ പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതോടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച കോടാനുകോടി വിശുദ്ധന്മാർ, രക്തസാക്ഷികൾ ചടിച്ചട ഉയർക്കും. വിശുദ്ധരെല്ലാം, ആ വിശുദ്ധന്മാർ എല്ലാവരും ചടിചടാന്ന് ഉയർത്തി നിൽക്കും. ദൈവദൂത തുല്യരായി ഉയർത്തി നിൽക്കും. ശക്തന്മാരായി ഉയർത്തി നിൽക്കും. ബലവാന്മാരായി ഉയർത്തി നിൽക്കും. ദൈവത്തിന്റെ പ്രമുഖന്മാരായി നിലനിൽക്കും. ദൈവത്തിന് സൈന്യമായി നിലനിൽക്കും. കർത്താവ് എങ്ങനെ സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തിലേക്ക് വരുമ്പോൾ കാഹളം നുരിക്കുമെന്നുള്ള ആണല്ലോ വിശ്വാസയോഗ്യം. മരിച്ചവർ, പൂഴിയിൽ വളമായി തീർന്നവർ, മണ്ണിൽ ദ്രവത്വം കൊണ്ട വിശുദ്ധന്മാർ ഉയർത്തി നിൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നതായ ഭക്തന്മാരായ വിശുദ്ധന്മാരെല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യുമ്പോൾ, അവിടെ ഉയർത്തെഴുന്നേൽപ്പിനെയും എടുത്തുകൊള്ളപ്പെടുന്നതിനെയും തടസ്സം ചെയ്യുവാൻ മേഘമണ്ഡലത്തിൽ ദുഷ്ടാത്മസേന അവർ താവളമടിച്ചിട്ടുണ്ട്. ദൈവിക പദ്ധതികളോടും വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ എപ്പോഴും എതിർത്ത് നിൽക്കുന്ന ദുഷ്ടാത്മസേന. ആ ദുഷ്ടാത്മസേന ഏറ്റവും പ്രധാനിയാണ് വീണുപോയ ദൂതന്മാരിൽ പ്രമുഖനായ ലൂസിഫർ. ലൂസിഫർ ഒരു സംഘം എന്ന് പറയുന്നത് കോടാനുകോടിയാണ്. അദൃശ്യ മണ്ഡലത്തിൽ, ഈ മേഘമണ്ഡലത്തിൽ, ഈ ആയാറിൽ അവരുടെ ശക്തി ദുർഗമുണ്ട്. കർത്താവിന്റെ വരുമെങ്കിൽ പ്രധാന ദൂതന്മാരിൽ ചിലരുണ്ട്. ഇവിടെ നിന്ന് പോകുന്നവരും ദൂതതുല്യരായി പോകുന്നു. അവിടെ തടസ്സം ചെയ്യുവാൻ നിൽക്കുന്ന ദുഷ്ടാത്മസേനകളെ പ്രധാന പ്രമുഖന്മാരിൽ മഹാപ്രഭുവായ മീഖായേലിന്റെ ശബ്ദത്തോടും മീഖായേൽ അവിടെ ഇടപെടുന്ന ഇടപാടോടും തടസ്സമായി നിൽക്കുന്ന, ഉയർപ്പിനെ തടയുന്ന, രൂപാന്തരത്തെ തടയുന്ന, സ്വർഗത്തിലേക്കുള്ള യാത്രയെ തടയുന്ന, അന്ധകാര ശക്തി എന്നേക്കുമായി മാറ്റുന്ന ശക്തി ദുർഗമാണ് മീഖായേലും സംഘവും. മഹാപ്രഭുവായ മീഖായേൽ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ഏറെ പ്രത്യാശയുടെ, ജീവന്റെ പ്രത്യാശയുടെ ഒരു മർമ്മമാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഒരു നാൾ ഞാൻ ഉയർത്തി നിൽക്കും. പൗലോസ് പറയുന്നു, വല്ലവിധേയും മരിച്ചവരുടെ ഇടയിൽ നിന്നും ഞാൻ ഉയർക്കും. എനിക്കൊരു ഉയർപ്പുണ്ട്. കർത്താവിന്റെ ആ പൊന്മുഖം കാണും. അവന്റെ കയ്യിൽ നിന്നും ഞാൻ നേരിട്ട് പ്രതിഫലങ്ങൾ വാങ്ങും, കിരീടങ്ങൾ പ്രാപിക്കും. ദൂതതുല്യരായി എനിക്ക് സ്വർഗീയമായ ഒരു മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഒരു നാൾ നശ്വര ലോകം വിട്ട് ആ ഇമ്പങ്ങളുടെ പരദീശയിൽ നിന്നും
ആ സ്വർഗീയ മഹത്വത്തിൽ നിന്നും ദൈവത്തിന്റെയും ദൂതന്മാരുടെയും നടുവിൽ നിന്നും കർത്താവായ യേശുവിങ്കിൽ നിന്നും അവനവന് അർഹമായ പ്രതിഫലം കൊടുക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഞാനും മരണാനന്തര പുനരുത്ഥാനം പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഇത് ഒരു കേവലം കെട്ടുകഥയല്ല, ഇതൊരു ബാലരമ പുസ്തകം പോലെയുള്ള കഥാപുസ്തകത്തിൽ വായിക്കുന്നതല്ല. നിത്യജീവന്റെ വചനമാണ്, നിത്യമായ സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. അതേ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവെങ്കിൽ ഒരു ഉയർപ്പും ഒരു രൂപാന്തരവും ദൈവമക്കൾക്കുണ്ടാകും. ഈ ഭൂതലത്തിൽ നിന്നും ദൈവദൂത തുല്യരായി, പ്രഭുക്കന്മാരായി, രാജകുമാരന്മാരായി നിത്യത്തിലേക്ക് നമ്മൾ മറയും. അതെ, അതിനുവേണ്ടി ഒരുങ്ങൂ. ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ ഭൂതലത്തിൽ ജീവിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവിടെ എന്തെല്ലാം നേടിയോ, എന്തെല്ലാം അധ്വാനിച്ചു നേടിയെടുത്തുവോ, എന്തെല്ലാം പ്രതാപശാലികളായി ജീവിച്ചുവോ, അതിലൊന്നും യാതൊരു അർത്ഥമില്ലാത്തതായ ഒരു ശൂന്യതയിലേക്ക് വരുന്ന ഒരു കാലമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ എടുത്തു പറയത്തക്കമുള്ള പ്രതാപത്തിന്റെ ഏത് മഹത്വം വർണ്ണിച്ചാലും, എത്ര വൻ കാര്യങ്ങൾ ഒരുവന് ഭൗമികമായ മണ്ഡലത്തെക്കുറിച്ച് ഇവിടെ ബഹുത്വമായ പലതും പറയാനുണ്ടെങ്കിലും ഇതൊന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കൊള്ളുകയില്ല. ഇതെല്ലാം ഈ ഭൂമിയിൽ തന്നെ അവസാനിക്കുകയാണ്. എന്നാൽ ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം. പിന്നെ അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോ വില നാം അന്നാൽ അറിയും. ലോകം വെറുത്തോ വില നാം അന്നാൽ അറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. പ്രിയമുള്ളവരെ, ആ നിത്യത യാഥാർത്ഥ്യമാണ്. ദൈവം സത്യവാനാണ്. ദൈവദൂതന്മാർ ശ്രേഷ്ഠ തേജസ്സിന്റെ പ്രഭുക്കന്മാരാണ്. നാമം ഭാവിയിൽ അവരെ പോലെയും അവർക്ക് മീതയുമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.